ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുലു ആൻഡ് ചിമ്മു. ഇന്നൊരു കുട്ടി ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനുണ്ട്, ചിമ്മു ഉണ്ട്. ഇതാ ചിമ്മുവിൻ്റെ 2 കുട്ടികളും എൻ്റെ 2 കുട്ടികളുണ്ട്, കേദാറും ഇശലും ദ്രാവിയും ദ്രോണിയും. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അൽഖുദ്രയിൽ പോകാൻ പ്ലാൻ ഇട്ടു. പക്ഷേ പോകാൻ പറ്റിയില്ല. എന്താ പറയുക, നല്ല ട്രാഫിക്കായിരുന്നു. അതുപോലെ പിന്നെ പ്ലാൻ വെച്ചത് മംസാർ ബീച്ചിൽ പോകാമെന്നായിരുന്നേ. അപ്പം മംസാർ ബീച്ചിലും പോകാൻ പറ്റിയില്ല കേട്ടോ. ഭയങ്കര ട്രാഫിക് എന്ന് വെച്ചാൽ ഭയങ്കര ട്രാഫിക്കായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്നൊരു 3:30 തന്നെ ഇറങ്ങിയിരുന്നേ. നാഷണൽ ഡേ ആയിട്ട് ഇപ്പോൾ UAE ഇവിടെ 4 days ലീവായിരുന്നു നമുക്കെല്ലാവർക്കും. അപ്പം പിന്നെ അതുകൂടാതെ എല്ലാവരും പനി പിടിച്ച് കിടപ്പിലുമായിരുന്നേ. അപ്പം ഒന്ന് പുറത്തൊക്കെ പോകാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷേ കുട്ടികൾക്കൊക്കെ പോകണം എന്ന് തന്നെ ഭയങ്കര ആഗ്രഹം. അതായത് ഒരു 4 days ഒക്കെ ലീവ് കിട്ടുമ്പോൾ റൂമിൽ തന്നെ അടച്ചിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ആയിരിക്കും, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബോറടി ആയിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളൊന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ പുറത്തിറങ്ങി നോക്കുമ്പോഴുള്ള അവസ്ഥ ഇതും ഭയങ്കര ട്രാഫിക് എന്ന് വെച്ചാൽ ഭയങ്കര ട്രാഫിക്, വണ്ടി മൂവ് ആവുന്നേ ഇല്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ മടങ്ങി എന്താ പറയുക, ദുബായിലോട്ട് തന്നെ വിട്ടു കേട്ടോ. അപ്പം പോകുന്ന ടൈമിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ എടുത്തതേ ഉള്ളൂ. കാരണം ഇവിടെ തണുപ്പ് തുടങ്ങുമ്പോഴേക്കും ഇവർ ഈ റോഡിൻ്റെ സൈഡൊക്കെ ഉണ്ടല്ലോ, ഫ്ലവറൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തേക്കും. ആ പൂവൊക്കെ ഭയങ്കര ഫ്രഷായിട്ടാണ് നിൽക്കുന്നത് കാണാം. ട്രാഫിക്കിലിരുന്ന് ബോറടിച്ചതാണ് ഞാനും ചിമ്മും. കാറിൽ തന്നെ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വഴക്കും കാര്യങ്ങളൊക്കെ ആയി കേട്ടോ. സീറ്റിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഇരിക്കും, നീ ഇവിടെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ ട്രാഫിക്കിലിരുന്ന് എന്ത് പറയേണ്ടത്, അങ്ങ് പെട്ടുപോയി അന്നത്തെ ദിവസം. അങ്ങനെ കാറിലിരുന്നാൽ എല്ലാവർക്കും വിശപ്പൊക്കെ തുടങ്ങി, വാഷ്റൂമിൽ പോകണമെന്ന് പറയലും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയി കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞത്, പിന്നെ നമ്മൾ വേഗം പ്ലാനൊക്കെ ഫുൾ ചേഞ്ചാക്കി നേരെ നമ്മൾ പറഞ്ഞ ഒരു കഫ്റ്റീരിയയിലോട്ട് വിടാം, അവിടെ നിന്ന് ചായയും സ്നാക്സൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് നേരെ റെഡ് പെപ്പറിലോട്ടാണ് പോയത്. തൊട്ടടുത്ത് നമുക്ക് എന്താ പറയേണ്ടത്, പോകുന്ന വഴി തന്നെ കിട്ടുന്നൊരു കഫ്റ്റീരിയ ആയിരുന്നു. അങ്ങനെ അവിടെ കയറി എല്ലാവർക്കും എന്താ ആവശ്യം എന്നൊക്കെ വെച്ചിട്ട് അതൊക്കെ വാങ്ങി കഴിച്ചു. സത്യം പറഞ്ഞാൽ പാവ കുട്ടികൾ ട്രാഫിക്കിലിരുന്ന് ആകെ വട്ടായി കേട്ടോ. അതുകൊണ്ട് നമുക്ക് റിട്ടേൺ വരാൻ തോന്നിയ ഭാഗ്യം. അല്ലെങ്കിൽ ആ ട്രാഫിക്കിൽ പെട്ടെങ്കിൽ നമ്മൾ എത്ര സമയം അവിടെ നിൽക്കേണ്ടി വരുമായിരുന്നു. അപ്പം അങ്ങനൊരു പെട്ടെന്ന് ചിമ്മുവിൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, പിന്നെ നമുക്ക് നേരെ തിരിച്ച് വേറെ പാർക്കിലോട്ട് എങ്ങാൻ വിടാമെന്ന് പറഞ്ഞു, ദുബായിലോട്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ട്രാഫിക്കിൽ പെട്ടുപോകുക തന്നെയായിരിക്കും രാത്രി വരെ. എന്നിട്ട് തന്നെ കുട്ടികൾക്കൊക്കെ വിശപ്പും ദാഹവും മോഹവും ഒക്കെ ആയിപ്പോയി. നേരെ ഇപ്പം നമ്മൾ അവിടെ നിന്ന് നേരെ പാർക്കിലോട്ടാണ് കേട്ടോ. ചായ കുടിയൊക്കെ കഴിഞ്ഞ് നേരെ പാർക്കിലോട്ട് പോയി. പിന്നെ അവരൊന്ന് അവിടെ കുറച്ച് കളിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചു. കുട്ടികൾ കളിക്കുന്ന ടൈമിൽ ഞാനും ചിമ്മും കൂടെ കുറേ ഷോർട്സ് കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. ഇതിവിടെ മുഹേസ്നയിലുള്ള ക്യുസൈസിലുള്ള അൽത്തവാർ പാർക്കിലാണ് കേട്ടോ നമ്മൾ പോയത്. ഭയങ്കര എന്താ പറയുക, വലിയൊരു പാർക്കാണ്. പിന്നെ ഇവിടെ പോയിട്ടും ആർക്കൊരു തൃപ്തിയായില്ല, കളിച്ചിട്ടൊന്നും മതിയായില്ല. കാരണം നമ്മൾ വിചാരിച്ച സ്ഥലത്തോട്ടല്ലല്ലോ എത്തിയത്. അവർ ബീച്ചിലൊക്കെ പോയി ഒന്ന് കളിക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത്. അങ്ങനെ പിന്നെ ഇവിടുന്ന് നമ്മൾ ഒരു 1 hour ഇവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം വീട്ടിൽ പോയി എല്ലാവരും ഒന്ന് കൈയും കാലൊക്കെ ഒന്ന് ഫ്രഷാക്കി നേരെ നമ്മൾ ഇവിടെ ദുബായ് ഷിണ്ടഗ മ്യൂസിയം ഉണ്ടായിരുന്നേ, അങ്ങോട്ടേക്ക് വിട്ടു. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നാഷണൽ ഡേക്ക് എന്തെങ്കിലും പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും ഇവിടുന്ന് നേരെ വീട്ടിൽ പോയി, വീട്ടിൽ നിന്ന് നേരെ ഷിണ്ടഗ മ്യൂസിയത്തിലോട്ടാണ്. ഇവിടെയാണ് കേട്ടോ ഷിണ്ടഗ മ്യൂസിയം വരുന്നത്. അപ്പോൾ ഇവിടെ പുറത്തൊക്കെ കുറേ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന ടൈമിൽ ഫേസ് പെയിൻറ്റും മെഹന്തി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി, കാരണം നമ്മൾ പാർക്കിലൊക്കെ കയറിയല്ലോ, അതുകൊണ്ട് അല്പം ലേറ്റ് ആയിപ്പോയി. അപ്പോൾ മെഹന്തി ടീമും പിന്നെ ഫേസ് പെയിൻറ്റൊക്കെ ചെയ്യുന്ന ടീംസൊക്കെ പോയി. അപ്പോൾ അവിടെ നമ്മൾ പോകുന്ന ടൈമിൽ അറബികളുടെ അവരുടെ ഒരു ട്രഡീഷണൽ നൃത്തം ഡാൻസൊക്കെയാണ്, അയാല ഡാൻസ് എന്നൊക്കെ പറയും. അപ്പം അതവിടെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് കുറച്ച് സമയം അവിടെ നിന്ന് കണ്ടു കേട്ടോ. ഇവർ ചെയ്യുന്ന ഈ ഡാൻസിൻ്റെ ആ ഒരു സോങ് ഒക്കെ നല്ല രസമാണ് കേട്ടോ. നമ്മളടുത്തും അറിയാതെ അങ്ങ് ആ ഒരു താളത്തിൽ അങ്ങ് ആടിപ്പോവും. നല്ല രസമായിരുന്നു ഇതൊക്കെ കാണാൻ വേണ്ടി. പിന്നെ അവിടെ ദുബായ് പോലീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ദുബായ് പോലീസിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത്, കാരണം കുട്ടികൾക്കൊക്കെ ദുബായ് പോലീസ് എന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവം തന്നെയാണ്. ആ സംഭവം തന്നെയാണെന്നൊരു കണക്കിന്. അപ്പം അവർക്ക് അവരുടെ കൂടെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് നമ്മളവിടെ കുട്ടികളെ ഫോട്ടോസൊക്കെ എടുത്ത്, കൂടെ നമ്മളും എടുത്ത്, പിന്നെ അറബികളുടെ കൂടെയൊക്കെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് അവർ അന്നത്തെ ദിവസം അവിടെ നിന്ന് തരുന്നുണ്ട്. കുട്ടികൾ പാർക്കിനേക്കാൾ ഇവിടെ ആട്ടോ എൻജോയ് ചെയ്തത്. അവർക്ക് ദുബായ് പോലീസിൻ്റെ കൂടെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, ഇതിലില്ല, ഞാൻ ഫോട്ടോ ലാസ്റ്റ് ഇടാം. അങ്ങനെ പിന്നെ അവിടെ നമ്മളിതാ ക്യൂ നിൽക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്കിവിടെ ഇവരുടെ ട്രഡീഷണൽ സ്വീറ്റ്സ് ആയിട്ടുള്ള
ലുക്കിയാമത്തൊക്കെ നമുക്കിത് ഫ്രീ ആയിട്ട് അവിടെ നിന്ന് അവർ ഈ നാഷണൽ ഡേയിൽ തരുന്നതാണ്. അപ്പോൾ ഇത് അവിടെ കണ്ടോ അവരുടെ ആ ഒരു ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ ആ മുഖത്തൊക്കെ എന്തൊക്കെയോ ഫേസിലൊക്കെ എന്തൊക്കെയോ വെച്ചിട്ടൊക്കെ അവർ ലൈവായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അവർ ചെയ്യുന്ന നമ്മൾ ക്യൂ നിൽക്കണം കേട്ടോ ഇത് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ എന്തോ ഒരു കണ്ടോ അവരെടുത്തത് എന്തോ ഒരു പായസം എന്താ അലീസ അങ്ങനെ എന്തോ പറഞ്ഞൊരു ഐറ്റംസ് ഇല്ലേ, അതൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ നമുക്ക് കിട്ടിയിരുന്നേ. അപ്പം ലേഡീസിന് വേറൊരു ക്യൂവും ജെൻസിന് വേറൊരു ക്യൂ ആയിരുന്നേ. അപ്പം ഞാനും ചിമ്മും അതുപോലെ കുട്ടികളും ഹസ്ബൻഡൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നേ. അതവർ എത്ര സ്റ്റൈലായിട്ടാണ് ഇടുന്നത്, അവർക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടുന്നുണ്ട്. നല്ല ഭംഗിയായിരുന്നു ഇതൊക്കെ കാണാൻ വേണ്ടിയേ. ഈ ലുക്കിയാമത്ത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ നമ്മളിതിപ്പോൾ ഈ അടുത്ത് റീസെൻ്റ്ലി ഇട്ടിട്ടുണ്ട് കേട്ടോ. ലുക്കിയാമത്ത് എങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ആ വീഡിയോ കൂടെ പോയി കണ്ടേക്കണേ. അപ്പോൾ നമ്മളിവിടെ ക്യൂ നിന്നതാ ചിമ്മു വാങ്ങിക്കുകയാണ്. ഇതാണ് കേട്ടോ സംഭവം. കുട്ടികളൊക്കെ 3-4 പ്രാവശ്യം പോയി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ മറ്റേ സംഭവം ഇതുമാണ്. രണ്ടും നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മളിതാ കഴിച്ചു. പിന്നെ ചിമ്മു അവിടെ ഒരു ടീ കൊടുക്കുന്നുണ്ട്. എന്തോ എനിക്ക് തോന്നുന്നു അതിൻ്റെ പേര് കാവാന്ന് എന്തോ ആണ്. ഒരു കുഞ്ഞ് കപ്പിലത് കിട്ടുക. അയ്യോ അത് ഭയങ്കര കയ്പ്പായിരുന്നു, കുടിക്കാനേ പറ്റുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടേരം അവൻ പറയുന്നുണ്ടായിരുന്നു അവരടുത്ത് പറയും വീഡിയോ എടുക്കലാന്ന്. ഇപ്പോൾ ആ ഒരു ടീ ഒക്കെ കൊടുക്കുന്നില്ലേ വീഡിയോ എടുക്കലാന്ന്. അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, അവർ വെറുതെ സീനാക്കാൻ വേണ്ടി അങ്ങനെ പറയുകയാണ്. പിന്നെ അതവിടെ ഇതുപോലെ അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. എന്താണെന്നൊന്നും അറിയാം. ഇതെനിക്കൊന്ന് എന്തോ കഫ്റ്റീരിയ പോലെ എന്തോ സെറ്റ് ചെയ്തതാണ്, പക്ഷെ കാണാൻ വേറെന്തോ സംഭവം പോലെയാണെന്നുള്ളത്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈ കുട്ടി വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാറായി കേട്ടോ. നമ്മളെവിടെയോ പോകണം എന്ന് വിചാരിച്ച് നമ്മളെവിടെയോ എത്തിപ്പെട്ടു കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ലാസ്റ്റ് ഞാൻ അവിടെ നിന്നിട്ട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ് ഇട്ടേക്കുന്നത്. അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം.